ഓൺലൈനിൽ യാതൊരു മുൻപരിചയവുമില്ലാത്തവർ ഇങ്ങോട്ട് വന്ന് പണവും ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോൾ അതൊരു കെണിയാണെന്ന ബോധമാണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം. സർക്കാരും പോലീസും ബാങ്കുകളും മറ്റ് അധികൃതരും ആവർത്തിച്ച് മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ടെങ്കിലും നമ്മൾ മലയാളികൾ പിന്നെയും അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി തട്ടിപ്പുകൾക്ക് തലവെക്കുകയാണ്. പറഞ്ഞു വരുന്നത് മ്യൂൾ അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വാടക ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചും അതുവഴി വയനാട്ടിൽ 500ഓളം യുവാക്കൾ സൈബർ തട്ടിപ്പുകാരുടെ കെണിയിൽ അകപ്പെടുകയും ചെയ്ത പുതിയൊരു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ്. പണത്തിനു വേണ്ടി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി മ്യൂൾ അക്കൗണ്ടുകളാക്കിയവരാണ് കുരുക്കിലായത്. അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും കോമൺ സെൻസും ഒക്കെയുള്ള യുവാക്കളും അതിൽ പെട്ടിട്ടുണ്ടെന്നതാണ് വാസ്തവം. ബാങ്ക് അക്കൗണ്ടുകൾ വാങ്ങാനോ വാടകയ്ക്കെടുക്കാനോ ഉയർന്ന വിലക്ക് ഓഫറുകൾ നൽകി നാട്ടുകാരെ വശീകരിക്കുന്ന ഇടനിലക്കാർ വയനാട്ടിലും മലബാറിന്റെ മറ്റു ജില്ലകളിലും സജീവമാണ്. തട്ടിപ്പിന് നേതൃത്വം നൽകുന്നവർ ജില്ലക്ക് പുറത്തോ സംസ്ഥാനത്തിന് പുറത്തോ ചിലപ്പോൾ വിദേശത്തോ ആകും. 5000 മുതൽ 10000 രൂപ വരെ നൽകിയാണ് തട്ടിപ്പുകാർ അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നത്. നിങ്ങൾക്ക് ചുമ്മാ 1000ഉം 10000ഉം തരാം, ബാങ്ക് അക്കൗണ്ട് ഒന്ന് വാടകയ്ക്ക് തന്നാൽ മതി എന്നാകും തട്ടിപ്പുകാർ പറയുക. ഇത് കേട്ട് 5 പൈസ ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ട് വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് തട്ടിപ്പുകാരാകും അക്കൗണ്ട് നിയന്ത്രിക്കുക. അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിക്കലടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് ഇടപാടുകൾക്കും ഉപയോഗിക്കും. എന്നാൽ അന്വേഷണവും മറ്റും വരുമ്പോൾ അക്കൗണ്ടിന്റെ യഥാർത്ഥ ഉടമയായിരിക്കും കുടുങ്ങുക. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കെണിയിൽ വീണെന്ന് തിരിച്ചറിയുക. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരിക്കും. വയനാട്ടിൽ 500ഓളം ആളുകളാണ് ഇത്തരത്തിൽ സ്വന്തം അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയത്. ഇവരിൽ 27കാരനായ ഇസ്മായിലിനെ നാഗാലാൻഡ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്ത് കൊഹിമയിലേക്ക് കൊണ്ടുപോയതോടെയാണ് ഇരകൾ തട്ടിപ്പിന്റെ ആഴമറിഞ്ഞത്. കൊഹിമയിലെ കേസിൽ 4.5 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നത്. ഗൾഫ് ആസ്ഥാനമായുള്ള ഒരാളുമായി ഇസ്മായിൽ തന്റെ അക്കൗണ്ട് വിശദാംശങ്ങൾ പങ്കിട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ബാങ്ക് വിശദാംശങ്ങൾ, ATM കാർഡുകൾ, പാസ്ബുക്കുകൾ, സിം കാർഡുകൾ എന്നിവയ്ക്ക് പകരമായി ചെറിയ പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ആളുകളെ ആകർഷിക്കുന്നത്. വയനാട്ടുകാരൻ തന്നെയായ മറ്റൊരു യുവാവ് മുഹമ്മദ് ഹാനിഷിന് ഡെറാഡൂൺ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ കമ്പളക്കാട് സ്വദേശിനി സൽമത്തിന്റെ ഫോൺ നമ്പർ തട്ടിപ്പിൽ ഉപയോഗിച്ചതിന് ലക്നൗ പോലീസ് കേസെടുത്തു. ഇളയ സഹോദരൻ തന്റെ സിം കാർഡ് താൻ അറിയാതെ മറ്റൊരാൾക്ക് കൈമാറിയതായി അവർ പോലീസിനോട് പറഞ്ഞു. അയൽ ജില്ലകളായ കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സൈബർ കുറ്റവാളികൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ പേരിലുള്ള അക്കൗണ്ട് വഴി പണമിടപാടുകൾ നടത്തുന്നതിനെയാണ് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണം കൈമാറാൻ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. നിക്ഷേപ തട്ടിപ്പ്, ആൾമാറാട്ടം തുടങ്ങിയ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അനധികൃത പണം കൈമാറ്റത്തിനായി അവർ ഈ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ കുറ്റവാളികളെ തിരിച്ചറിയാൻ സാധിക്കില്ല. മറിച്ച് അന്വേഷണവും മറ്റും വന്നാൽ അക്കൗണ്ട് ഉടമയ്ക്ക് ആയിരിക്കും പണി കിട്ടുക. സാമ്പത്തിക പ്രലോഭനവും മറ്റ് ഓഫറുകളും വാഗ്ദാനം ചെയ്ത് അക്കൗണ്ടുകൾ കൈക്കലാക്കും. മ്യൂൾ അക്കൗണ്ടുകൾ വഴി ഇക്കൊല്ലം സംസ്ഥാനത്ത് ഇതുവരെ നടന്നത് 223 കോടി രൂപയുടെ ഇടപാടുകളാണെന്ന് സൈബർ പോലീസ് പറയുന്നു. പല കേസുകളിലും വിദ്യാർത്ഥികളും യുവാക്കളും ചെറിയ തുകകൾ സ്വീകരിച്ച് അനന്തരഫലങ്ങൾ അറിയാതെ തട്ടിപ്പുകാർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയിട്ടുണ്ടെന്ന് വയനാട് പോലീസ് പറഞ്ഞു. തട്ടിപ്പുകാർ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ 2000 രൂപക്ക് പോലും വാങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കേസുകളിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സിം കാർഡ് പോലും തട്ടിപ്പുകാർ ശേഖരിക്കുന്നു. ഒരു ബാങ്കിൽ മാത്രം 32 മ്യൂൾ അക്കൗണ്ടുകൾ ട്രാക്ക് ചെയ്യാൻ തങ്ങൾക്ക് കഴിഞ്ഞതായും വിദ്യാർത്ഥികളുടെ കൈവശമുള്ള ചില മ്യൂൾ അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷാജു ജോസഫ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.